ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ആയി കിടക്കുന്ന എക്സലിലെ ഒരു വർക്ക്ഷീറ്റ് എങ്ങനെ പാസ്വേഡ് മറന്നു പോയാലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു എക്സൽ ഉണ്ട്. സമ്മറി എന്ന് പറയുന്ന ഷീറ്റാണ് ഈ എക്സലിൽ പാസ്വേഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. 1 2 3 ഞാനിതിൻ്റെ പാസ്വേഡ് മറന്നുപോയി. ഇതിൻ്റെ പാസ്വേഡ് ഇല്ലാതെ നമുക്ക് ഇതിനകത്തൊന്നും എഡിറ്റ് ചെയ്യാനും പറ്റില്ല. വേറെയും ഷീറ്റ് ഉണ്ട്, ജനുവരി ഫെബ്രുവരി മാർച്ച്, ഇതൊന്നും പ്രൊട്ടക്റ്റഡ് അല്ല. പക്ഷേ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് മാറ്റണം. പാസ്വേഡ് അറിയില്ല താനും. അങ്ങനെ അത് ക്ലോസ് ചെയ്യാം. ഇതാണ് ആ എക്സൽ, സെയിൽസ് ഡാറ്റ എന്ന് പറയുന്ന എക്സൽ. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി എടുത്ത് വയ്ക്കുക. കാരണം നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്താൻ പോവാണ് ഈ എക്സലിൽ. അപ്പോൾ അതിൻ്റെ കോപ്പി എടുത്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സൽ ഷീറ്റ് കറപ്റ്റഡ് ആവാൻ വഴിയുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സലിൻ്റെ എക്സ്റ്റൻഷൻ ചേഞ്ച് ചെയ്യണം. XLS എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ നമ്മൾ .zip ആക്കണം. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ കാണാൻ വേണ്ടിയിട്ട് വ്യൂവിൽ പോയി കഴിഞ്ഞിട്ട് ഫയൽ നെയിം എക്സ്റ്റൻഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ .xls എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ നമുക്ക് വിസിബിൾ ആവും. ഇനി റൈറ്റ് ക്ലിക്ക്, റീനെയിം, .zip ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ചേഞ്ച് ഫയൽ നെയിം എക്സ്റ്റൻഷൻ, ഫയൽ മൈറ്റ് ബിക്കം അൺയൂസബിൾ. യെസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു സിപ്പ് ഫയലായി. എന്നിട്ട് നമുക്ക് ഈ സിപ്പ് ഫയൽ ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ഫോൾഡർ കാണാം. അതിൽ നമുക്ക് ആവശ്യം എക്സൽ എന്ന് പറയുന്ന ഫോൾഡറാണ്. അത് ഓപ്പൺ ചെയ്യുന്നു. ഈ എക്സൽ എന്ന് പറഞ്ഞ ഫോൾഡറിനുള്ളിൽ വർക്ക്ഷീറ്റ് ഇത് ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം 1 2 3 4. അതായത് എൻ്റെ എക്സലിന് 4 ഷീറ്റ് ഉണ്ട്. ആ 4 ഷീറ്റിൻ്റെയും എണ്ണമാണ് ഇവിടെ കാണിക്കുന്നത് 1 2 3 4. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ XML ഫയൽ ഷീറ്റ് 1 2 3 4 ഇത് ഓരോ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇതിൽ പ്രൊട്ടക്ഷൻ, Ctrl F, പ്രൊട്ടക്റ്റ് എന്ന് ടൈപ്പ് ചെയ്താലും മതി. അത് സെർച്ച് ചെയ്യുന്നു. പ്രൊട്ടക്റ്റ് നമുക്ക് ഇതിലില്ല. സെക്കൻഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. Ctrl F, പ്രൊട്ടക്റ്റ്, ഇതിലും ഇല്ല. ഇതിലും ഇല്ല. ഷീറ്റ് 4 ഇതിലുണ്ടാവാൻ വഴിയുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടി. ഈ ഒരു ഷീറ്റ് നെയിമാണ് സമ്മറി ഷീറ്റ് നമ്മുടെ. ഈ ഷീറ്റിലാണ് പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ കീവേഡ് പ്രൊട്ടക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതും ക്ലോസ് ചെയ്യുന്നു. അടുത്തത് ഇതിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കൊറി അത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഡെസ്ക്ടോപ്പിൽ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇത് ഓപ്പൺ വിത്ത് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്യാം. നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്ത് ഇത് മാക്സിമൈസ് ചെയ്യാം. എന്നിട്ട് Ctrl F, പ്രൊട്ടക്ഷൻ. ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഈ ഒരു സ്മോളർ ദാൻ സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യണ അവിടെ നിന്ന് മുതൽ ഇത് ക്ലോസ് ചെയ്യണ അവിടം വരെയുള്ള ആ ഒരു വേർഡ് ആ ഒരു കൊറിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഇവിടെയാണത് ക്ലോസ് ആവുന്നത്. ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് Ctrl S, ആ ഫയൽ സേവ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫയലിൽ ചേഞ്ചസ് ആയി. ഇനി ഈ ഫയൽ തിരിച്ച് ഈ ഫോൾഡറിൽ ഇടണം. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷീറ്റ് 4 അത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഷീറ്റ് 4 ചേഞ്ചസ് വരുത്തിയ ഷീറ്റ് 4 തിരിച്ച് ഇതിൽ ഡ്രാഗ് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. Ctrl C, Ctrl V ചെയ്യാം. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് ക്ലോസ് ചെയ്യാം. അതായത് ഇനി തിരിച്ച് XLS എന്നാക്കാം. XLSX. ഓക്കെ, യെസ്. അപ്പോൾ സെയിൽസ് ഡാറ്റ XLS അത് വീണ്ടും തിരിച്ച് എക്സൽ ഫോമാറ്റിലായി. ഓപ്പൺ ചെയ്യാം. നമുക്കതിൻ്റെ പോയോ നോക്കാം. അപ്പോൾ സമ്മറി എന്ന് പറയുന്ന ഷീറ്റിലായിരുന്നു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, പ്രൊട്ടക്ഷൻ പോയി. നമുക്കിത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഗ്രാഫ് ആണെങ്കിലും എഡിറ്റ് ചെയ്യാം. ഇത് ഇത്ര എളുപ്പമുള്ള പരിപാടിയാണ്. മെയിനായിട്ട് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റ് ഫയലിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആ ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുക. അത് തിരിച്ച് XLSക്ക് സേവ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അങ്ങനെ പ്രൊട്ടക്ഷൻ കളയാവുന്നതാണ് എളുപ്പത്തിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.